everyone, welcome back to our channel. വീക്കെൻഡായിട്ട് എന്താ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ ആലോചിച്ചപ്പോഴാട്ടോ മട്ടൺ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. കുറേ കാലമായി നമ്മളിങ്ങനെ മട്ടൺ ബിരിയാണി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷെ ഇപ്പോഴാണ് നമുക്ക് സമയം കിട്ടിയതൊക്കെ. ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. ഞാൻ ആദ്യം തന്നെ പറയുന്നത് കുറച്ച് ലെങ്തി വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് കുറച്ചിങ്ങനെ പ്രോസസ്സായിട്ട് കാണിക്കണം. അപ്പോൾ എത്ര നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാലും നമുക്ക് മനസ്സിലാവേണ്ടി ഉണ്ടാക്കണം. കാരണം നിങ്ങളിത് കാണുന്നത് വെറുതെ കണ്ടോണ്ടിരിക്കാനല്ലോ, എപ്പോഴെങ്കിലും ഉണ്ടാക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറച്ച് ലെങ്തി ആയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. മാക്സിമം ഞാൻ ഗ്യാപ്പൊക്കെ ഒഴിവാക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടുനോക്കണം. വീഡിയോ കണ്ടുനോക്കിയിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നോട് പറയാം. നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റ്സ് ഇടാം. സോ അതേപോലെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു ഡെസേർട്ട് ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ചോക്ലേറ്റ് ഐസ്ക്രീം. അപ്പോൾ ചോക്ലേറ്റ് ഐസ്ക്രീമിന്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം. നിങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് എന്നുള്ളത് ഫുള്ളായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടുനോക്കി ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കി നോക്കുക. അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ പറയണതാണ്, ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ തംസ് അപ്പ് തരണം, ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാ മട്ടൺ ബിരിയാണി ഉണ്ടാക്കണേന്ന് നോക്കാം. ഏത് ബിരിയാണി ആയാലും നമുക്ക് മെയിൻ നമ്മുടെ സംഭവം സബോളയാണല്ലേ. അപ്പം ഞാനിവിടെ ഒരു 5 സബോള എടുത്തിട്ട് നല്ല നൈസായിട്ട് അരിയുന്നുണ്ട്. നന്നായിട്ട് നൈസായിട്ട് അരിയണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ മസാല വഴറ്റണമൊന്നുമില്ല. നേരെ സബോള മുഴുവൻ വറുത്തെടുക്കുകയാണ് അല്ലെങ്കിൽ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു 3 കുടം വെളുത്തുള്ളി എടുത്തോളൂ. അപ്പോൾ ഇത് ഞാനൊരു 3/4 കിലോ മട്ടന് വേണ്ടിയിട്ടുള്ള ബിരിയാണിയുടെ അളവാണ് പറയണത് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഒക്കെ നന്നായിട്ട് തൊലി കളഞ്ഞ് വെക്കുക. ഞങ്ങൾ സാധാരണ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതേപോലെ ടേബിളിൽ കടലാസൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് മുഴുവൻ നന്നാക്കി ഇടലാണ് പതിവ്. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ എന്തിട്ടാ വെളുത്തുള്ളി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി. അപ്പോൾ ഇഞ്ചി തൊലി കളയുക. ഇഞ്ചി തൊലി കളയാൻ ശരിക്കും ഞാൻ ഒരു ഹാക്കൊക്കെ കണ്ടിട്ടുണ്ട്, ഈ സ്പൂൺ വെച്ചിട്ടൊക്കെ. ഈ കത്തി കൊണ്ട് ഈ തന്നെയാണ് എനിക്ക് എപ്പോഴും എളുപ്പം. അപ്പോൾ ഇഞ്ചി നന്നായി തൊലി കളഞ്ഞ് വെക്കുക. ഒരു വലിയ 2 കഷ്ണം ഇഞ്ചി കേട്ടോ. അപ്പോൾ സബോള റെഡിയായി. അതേപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നമുക്കിവിടെ റെഡിയാക്കി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി എന്തുട്ടാ വേണ്ടേ? തക്കാളി വേണം, പച്ചമുളകും വേണം അല്ലേ. അപ്പോൾ തക്കാളി എന്ന് പറയുമ്പോൾ 3 അത്യാവശ്യം മീഡിയം സൈസ് ഉള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ ഒരു 8 പച്ചമുളക്, അത്യാവശ്യം എരിവുള്ള പച്ചമുളക് തന്നെയാണ്. അപ്പോൾ ഇനി തക്കാളി നമുക്ക് അരിഞ്ഞെടുക്കാം. തക്കാളി നമ്മൾ മസാലയിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള, അതായത് സാധാരണ നമ്മൾ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുക്കില്ലേ, അതേപോലെ തന്നെ സാധാരണ കറിയിലേക്ക് അരിയണ പോലെ അത്യാവശ്യം ഒരു മീഡിയം സൈസ് വലിപ്പത്തിൽ, ഒരു മീഡിയം വലിപ്പത്തിൽ ഉള്ള തക്കാളികളായിട്ട് മുറിച്ചെടുക്കുക. അതേപോലെ പച്ചമുളക് ഞാനിവിടെ നടുകീറി ഇടുന്നുണ്ട്. നടുകീറി ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മളിത് അരച്ചെടുക്കുക അല്ലെങ്കിൽ ചതച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇനി അരയാണ്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പച്ചമുളക് അരിഞ്ഞെടുത്തത്. അതേപോലെ തന്നെ ഇഞ്ചി വലിയ കഷ്ണങ്ങളായി ഇടുന്നത് ചിലപ്പോൾ നന്നായിട്ട് അരഞ്ഞു വരില്ല. അത് കാരണം പച്ചമുളക് ഇഞ്ചി ഞാൻ ഇതിവിടെ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി സ്പൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കിനി മട്ടൺ മസാലയ്ക്ക് 2 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ ഏലക്കായ, 1 ടീസ്പൂൺ ഷാഹി ജീര എന്ന് പറയണത്, പിന്നെ കുരുമുളക് 1 ടീസ്പൂൺ, ജാതിപത്രി, സാദാ ജീരക 1 ടീസ്പൂൺ, ജാതിക്ക, കറുവപ്പട്ട ഒക്കെ വേണം കേട്ടോ. ഇത് ആണ് നമ്മുടെ മസാലയ്ക്ക് വേണ്ടത്. അപ്പോൾ ഇതൊരു സാധാരണ പാൻ ചൂടാക്കിയിട്ട് ഒന്ന് ചൂട് കയറ്റിയിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം, നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് വഴറ്റണ സമയത്ത് നമ്മൾ എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. സാധാരണ നമ്മൾ ഗരം മസാല ഉണ്ടാക്കില്ലേ, അതേപോലെയൊക്കെ തന്നെ. അപ്പോൾ ഇതാണ് മട്ടൺ നമ്മുടെ മസാലയ്ക്ക് വേണ്ടത്. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ എങ്ങനെ അറിയണേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് മാറും, അതേപോലെ മണവും വരും കേട്ടോ. ഈ മസാലയ്ക്ക് പിന്നെ നമ്മൾ ചേർക്കുന്നത് ആകെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളൂ. മുളക് പൊടി എത്ര വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇത് നന്നായിട്ട് എന്നിട്ട് പൊടിച്ചെടുക്കണം. അപ്പം നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കുക. നമുക്ക് വലിയ കട്ടകളൊന്നും വേണ്ട കേട്ടോ. ആ സമയം കൊണ്ട് നമുക്കിനി ഇവിടെ വേണ്ടത് സബോള വഴറ്റിയെടുക്കണം അല്ലേ. സബോള വഴറ്റല്ല, നന്നായി പൊരിച്ചെടുക്കുക തന്നെയാണ് ചെയ്യണത്. അപ്പോൾ ഒരു 2 to 3 ടീസ്പൂൺ നെയ്യ് ഇട്ടുണ്ട്. അത് മുഴുവൻ നമുക്ക് നെയ്യിൽ വറുത്തെടുക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം കൊണ്ട് ബാക്കി കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് സാധാ സൺഫ്ലവർ ഓയിൽ തന്നെയാണ്. ഇതാ കണ്ട, ഒരു 5 സബോള അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഇത് ഞാൻ ബാച്ചായിട്ട് നന്നായി വറുത്തെടുക്കും. ഒറ്റയടിക്ക് എല്ലാം കൂടി ഇടരുത്, അപ്പം നല്ല മൊരിഞ്ഞ് വരില്ല.
എണ്ണ നന്നായി ചൂടായിട്ട് സബോള ഇതുപോലെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ഒരുമിച്ച് ഭയങ്കര തിക്കായിട്ട് ഇട്ട് കൊടുക്കണ്ട, കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് അത് മൊരിഞ്ഞ് വരില്ല. അപ്പോൾ അത് പെട്ടെന്ന് ഇനി മൊരിഞ്ഞ് വരുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരാനായിട്ട് ഒരു ടിപ്പാണ് കുറച്ച് പഞ്ചസാര ഇടുക. അതായത് ഒരു പിഞ്ച് പഞ്ചസാര മാത്രം ഇട്ടാൽ മതി. ഇട്ടത് കണ്ടോ, ഇത്ര അളവിലുള്ളൊരു കാണാൻ പറ്റണ്ട, ഇത്ര അളവിലുള്ളൊരു പഞ്ചസാര മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ടും തൂവി കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കുക. ഇതാ ഈ കളറാവുമ്പോൾ എടുത്തോളാം, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. ഇനിയും ബ്രൗൺ ആവട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉള്ള ചൂടിലിരുന്നിട്ട് അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഈ കളറായിക്കഴിഞ്ഞാൽ പാത്രം മാറ്റാം, കോരിയെടുത്തിട്ട്. സോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നന്നായിട്ട് അരച്ചെടുക്കുക. അതിൽ വലിയ കഷ്ണങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ ഞാൻ ഓൾറെഡി മുറിച്ചിട്ടുമല്ലോ. നമ്മുടെ 3/4 കിലോ മട്ടനാണ് ഇരിക്കണത്. ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത മസാല, മട്ടൻ മസാല ഇല്ലേ, ആ മസാല ഇതിലേക്ക് ഇടുക. അതേപോലെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ആ എടുത്തത് ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ഇടുന്നുണ്ട്. പിന്നെ നമ്മളുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, ഒരു 3 തക്കാളിയാണിത്. 2 ടേബിൾ സ്പൂൺ യോഗേർട്ട് അല്ലെങ്കിൽ പുളിയില്ലാത്ത തൈര് നോക്കി എടുക്കണം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുളി കൂടിക്കഴിഞ്ഞാൽ മസാല തീരെ നന്നാവില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് എന്തുട്ടാ വേണ്ടേ, നമ്മുടെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സബോള ഇല്ലേ, വറുത്ത് വെച്ചിരിക്കുന്ന സബോള ഇടണം. അത് ഒരു 1/4 ഭാഗം സബോള ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അതായത് ആ മൊരിച്ച് വെച്ചില്ലേ 5 സബോളയിലത്തെ 1/4 ഭാഗം ഇവിടെ ഇടുന്നുണ്ട്. നമ്മളിനി വേറെ വഴറ്റൊന്നും ചെയ്യണില്ല. അപ്പോൾ ഉപ്പും ഞാൻ ചേർത്തിട്ട് ഇത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 5 മിനിറ്റ് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ബാക്കി ഒരു 1/2 കഷ്ണം നാരങ്ങയുടെ നീരും, അതേപോലെ തന്നെ പുതിന, മല്ലി. അപ്പോൾ പുതിനയും മല്ലിയും ഒക്കെ ഇപ്പം തന്നെ നമ്മൾ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വേറെ വഴറ്റണ ഒരു പരിപാടി ഇവിടെ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊരു 5 മിനിറ്റ് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ മസാലയൊക്കെ മട്ടനിലേക്ക് പിടിപ്പിക്കുക. ഇനി നമുക്ക് ഇതൊരു മിനിമം ഒരു 1/2 മണിക്കൂർ വെക്കണം. പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ നമുക്ക് സാധാരണ ബിരിയാണിയിലേക്ക് വറുത്തെടുക്കണ പോലെ തന്നെ വറുത്തെടുക്കണം. അപ്പോൾ നേരത്തെ നമ്മുടെ സബോള വറുത്തതിൽ ബാക്കി ഓയിലും നെയ്യും കൂടി ഇട്ടുള്ളത് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ അണ്ടിപ്പരിപ്പും നന്നായിട്ടൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ അതിലേക്ക് ഞാൻ മുന്തിരി ഇടുകയാണ്. ഇപ്പോൾ മുന്തിരി ഇടുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ശരിക്കും തിന്നിട്ട് കരിഞ്ഞു പോയെന്ന്, പക്ഷെ ഇത് കരിഞ്ഞതൊന്നല്ല കേട്ടോ, നല്ല കറുത്ത മുന്തിരിയാണ്. അപ്പോൾ കാണുമ്പോൾ പെട്ടെന്ന് ശരിക്കും തിന്നിട്ട് തീ കൂടിയിട്ട് കരിഞ്ഞു പോയ പോലെ ഉണ്ടെന്ന്, അതൊന്നല്ല. അപ്പോൾ ഇത് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പാത്രം മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 3/4 മണിക്കൂർ വെച്ചിട്ടുണ്ട്. 3/4 മണിക്കൂറോളം വെച്ചു, കാരണം നന്നായിട്ട് മസാല പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിലാണ് മസാല ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പാത്രം ചൂടാക്കിയിട്ട് നമ്മുടെ ഈ പുരട്ടി വെച്ചിരിക്കുന്ന മസാലയില്ലേ അത് ഇതിലേക്ക് ഇടുക. ഇവിടെ നമ്മൾ വഴറ്റൊന്നും ചെയ്യണില്ല കേട്ടോ, ഞാൻ ആദ്യം തൊട്ടേ പറയണതാണ്. നമ്മൾ വേറെ വഴറ്റൊന്നും ചെയ്യണില്ല, ഈ മസാലയിൽ പിടിക്കണതാണ് ഇതിൻ്റെ മെയിനായിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് ഇതിൽ കുക്കർ വേണ്ടതെന്ന്. അപ്പോൾ നമ്മളിവിടെ കുക്കർ യൂസ് ചെയ്യണില്ല. കുക്കർ ഇല്ലാണ്ട് ഈ ഒരൊറ്റ പാത്രത്തിലാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇതിൽ വെള്ളം വേണം, ഒരു 2 ഗ്ലാസ് വെള്ളം. അതായത് അത്യാവശ്യം ചൂടുള്ള തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചോളാം, അതാണ് നല്ലത്. കുക്കറിൽ ശരിക്കും പറഞ്ഞാൽ മട്ടൻ വേവണേക്കാൾ എപ്പോഴും ടേസ്റ്റ് കൂടുന്നത് ഇങ്ങനെ വേവിക്കുമ്പോഴാട്ടോ. അപ്പോൾ പക്ഷേ സമയം കൂടും. കുക്കറിലാണെങ്കിൽ ഒരു കുറച്ച് സമയം മതി, ഇതിലാണെന്നുണ്ടെങ്കിൽ മിനിമം 3/4 മണിക്കൂർ വേണം. അപ്പോൾ ഇത് നന്നായി ഇളക്കി കൊടുത്തിട്ട് ടേസ്റ്റൊക്കെ ഒന്ന് നോക്കിക്കോളാം. മസാലയിൽ ഉപ്പും എരിവും ഉണ്ടോ എന്ന് നോക്കുക. എരിവ് വേണമെങ്കിൽ നമുക്ക് പിന്നെയും നോക്കാം കേട്ടോ, അത് കുഴപ്പമില്ല. അപ്പോൾ ഇത് നമുക്കിനി വേവിക്കാൻ വെക്കണം ഒരു 3/4 മണിക്കൂർ. ഞാനിത് അടച്ച് വെച്ചിട്ടാണ് വേവിക്കാൻ പോണത്. അപ്പം നിങ്ങൾ വേവിക്കുമ്പോൾ അടപ്പുള്ളൊരു പാത്രം എടുക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. നന്നായിട്ട് അടയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രം. മട്ടൻ അവിടെ വേവണ സമയം കൊണ്ട് നമുക്കിവിടെ നമ്മുടെ ബിരിയാണിയുടെ ചോറ് റെഡിയാക്കാം. അപ്പം ഞാൻ അരി ഇവിടെ ഒരു 5 ഗ്ലാസ് അരി, കൈമ അരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതവിടെ വെള്ളത്തിൽ 20 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ട്, വാരി വെച്ചിട്ടുണ്ട്. അപ്പോൾ നെയ്യാണ് ഞാനിവിടെ ഇങ്ങനെ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര നെയ്യ്, ഒരുപാട് നെയ്യ് ആയാലും ഇച്ചിരി മട്ടിപ്പ് വരും. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ്, അത് അത്യാവശ്യം നല്ലോണം ഉണ്ട്. ഇതിലേക്ക് നമ്മുടെ സ്പൈസസ് ആയ ബേ ലീഫും പെരിഞ്ജീരകവും പട്ടയും ഗ്രാമ്പും ഏലക്കായ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇടാം.
ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെയാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. അരി ഇട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ ഇത്തിരി വെള്ളത്തിൻ്റെ അംശം അപ്പോഴും ഉണ്ടാവും. അപ്പോൾ അരി ഒന്ന് വറുത്തെടുക്കണം ആ നെയ്യിൽ. അപ്പോഴാണ് ആ നല്ല ടേസ്റ്റ് വരിക നെയ്യിൻ്റെ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഇനി വെള്ളം ഒഴിക്കും. ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം അങ്ങനെയൊന്നും ചെയ്യണില്ല, സാധാരണ വെള്ളം തന്നെയാണ് ഒഴിക്കണത്. ചൂടുവെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിച്ചോളൂ, അത് അത്ര നിർബന്ധമുള്ള കാര്യമില്ല. ഞാൻ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചൂടുവെള്ളം ഒഴിക്കാറ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി വെള്ളം ഒഴിക്കാൻ പോവാണ്. വെള്ളം ഒഴിച്ചിട്ട് വേണം ഉപ്പിടാനായിട്ട്. അപ്പോൾ 5 ഗ്ലാസ് അരിക്ക് 10 ഗ്ലാസ് വെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട്. കുഴഞ്ഞൊന്നും പോവില്ല, ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാറ്. നിങ്ങൾക്കത് ചോറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അത് നന്നായി ചോറുമായിട്ട് മിക്സായ സ്ഥിതിക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പിടുമ്പോൾ എപ്പോഴും നോക്കുക, വെള്ളത്തിൽ ഉപ്പ് നോക്കുമ്പോൾ ഒരു തരി കൂടി നിൽക്കണം ഉപ്പ് കേട്ടോ. അതേപോലെ ഒരു അര നാരങ്ങയുടെ കഷ്ടി മതി, മുഴുവൻ വേണ്ട നമുക്ക്. കാരണം എന്താ വെച്ചാൽ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യണത്. ഇതൊക്കെ ഒരുപാട് പേർക്ക് അറിയണ കാര്യം തന്നെയായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞു എന്നുള്ളൂ, ഇനി ആർക്കെങ്കിലും അറിയില്ലെങ്കിലോ. അപ്പോൾ ഇത് നന്നായി ഇളക്കി കൊടുത്തിട്ട് തിള വരണവരെ കാത്തുക്കുക. തിള വന്നു കഴിഞ്ഞാൽ ഇത് മൂടി വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അരി വേവിച്ചെടുക്കണം. ഒരു 10 to 12 മിനിറ്റ് സമയമെടുക്കും ലോ ടു മീഡിയം ഫ്ലെയിമിലിടുമ്പോൾ. നമ്മുടെ അരി ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വേണ്ട നന്നായിട്ട് സെറ്റായിട്ട് അതിൻ്റെ മുകളിൽ ആ മസാല ഐറ്റംസൊക്കെ വന്ന് കിടക്കുന്നൊക്കെ ഉണ്ട്, കറക്റ്റാണ്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് വേവ് കൂടുതലാണോ എന്നൊക്കെ, പക്ഷേ ഇത് വേവ് കൂടുതലൊന്നുമില്ല. ഇത് ആ ചൂടിലിരുന്നിട്ട് വീണ്ടും വേവും. ഇപ്പോൾ ഒരു 1/4 ഭാഗം വേവ് തന്നെ ആയിട്ടുള്ളൂ. ആ ചൂടിലിരുന്ന് ബാക്കി വെന്തോളും. പിന്നെ നമ്മൾ ദമ്മിടുമല്ലോ, ഇത് വേണ്ട ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഞാനിനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പാത്രം മാറ്റാൻ പോവാണ്. കാരണം എന്താ വെച്ചാൽ ഇതിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുമിച്ചിരിക്കുമ്പോൾ അതിൻ്റെ ചൂട് കാരണം പെട്ടെന്ന് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ ഇങ്ങനൊരു പാത്രം എൻ്റെ ഉള്ളൂ ഇപ്പോൾ തൽക്കാലത്തേക്ക്, അത്യാവശ്യം നല്ലോണം അരി കൊള്ളണത്. അത് കാരണം കൊണ്ട് ഈ ഒരു പാത്രത്തേക്ക് മാറ്റിയെന്നുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇത് ഊറ്റുകയോ ഒന്നും ചെയ്യുമെന്നല്ല, അത് കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ മുഴുവൻ അരി ഞാൻ ഇതിലേക്ക് ഇടുന്നില്ല, മുഴുവൻ ചോറ് ഞാൻ ഇതിലേക്ക് ഇടുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പകുതി ചോറ് ഇതിലും പകുതി ആ ദമ്മിട്ട പാത്രത്തിൽ തന്നെ, ചോറുണ്ടാക്കിയ പാത്രത്തിൽ തന്നെ ഞാൻ വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ സമയം കൂടി നമ്മുടെ മട്ടൺ മസാല അവിടെ റെഡി ആയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ ഒരു 3/4 മണിക്കൂർ ടു 50 മിനിറ്റ് ആയിട്ടുണ്ട്, 45 to 50 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് ആക്ച്വലി പീസ് കഴിച്ച് നോക്കി. ഒരു 50 മിനിറ്റ് എന്തായാലും വേണം വെന്ത് കിട്ടാനായിട്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് ഇത്തിരി എരിവ് കുറവുപോലെ തോന്നി. അപ്പോൾ ഞാൻ ഇത്തിരി കുരുമുളക് പൊടി കൂടി ഇടുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾ എരിവൊക്കെ നോക്കിക്കോളാം കേട്ടോ. അപ്പോൾ ഇത് നന്നായി ഈ കുരുമുളക് ഒരു 2 മിനിറ്റ് ഇത് കിടന്നിട്ട് ഒന്ന് ആവട്ടെ, കാരണം കുരുമുളക് ഇപ്പോൾ ഇട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് എന്താ വഴട്ടാഞ്ഞാൽ പച്ചച്ചോയ വരില്ലെന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വെളുത്തുള്ളി ഇഞ്ചിയുടെ ഒന്നും ഇപ്പോൾ ഒരു പച്ചച്ചോയം വരില്ല, അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വരാൻ പോണത്, അതായത് നല്ല തേങ്ങാപ്പാൽ ഒഴിക്കണതിലേക്ക്. ഇത് 1-ാം പാലാണ്, തേങ്ങയുടെ 1-ാം പാൽ ഒഴിച്ചിട്ട് ഈ 1-ാം പാലിൽ കിടന്നിട്ട് നല്ല കുറുകി വരണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് ആ റിയൽ ടേസ്റ്റ് വരുന്നത്. ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് കുറുകട്ടെ. കുറച്ച് സമയം എടുത്തിട്ട് ഉണ്ടാക്കണതാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ് സംഭവം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്ത് മെനക്കേടാന്നൊക്കെ കേട്ടോ, പക്ഷെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മസാല ഇവിടെ നൈസായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇത് പീസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഗ്രേവി ഒരുപാട് വെള്ളമായിട്ടൊന്നുമില്ല, നല്ല തിക്ക് ഗ്രേവിയാണ്. ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ, ദമ്മിടണം. അപ്പോൾ ദമ്മിടാനായിട്ട് ഞാൻ ചോറുണ്ടാക്കിയ പാത്രം തന്നെയാണ് എടുക്കാൻ പോണത്. അപ്പോൾ ഞാനൊരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട് ചൂടാക്കിയിട്ട് ദമ്മിടാനായിട്ട്. അതിലേക്ക് നമ്മുടെ സാധാരണ ഈ കറി മട്ടൺ മസാല ഇല്ലേ, ആ മസാല ഇതിലേക്ക് ഇടുക. 2-3 ലെയറൊന്നും അങ്ങനെ കറിയൊന്നും വെക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചോറ് കുറച്ച് കൂടുതലുള്ള കാരണം ഞാൻ 2 ലെയറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറിടുക. പിന്നെ നമ്മൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് മഞ്ഞ അരി ചോറ് അവിടെ ഇവിടെയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഞാൻ സാധാരണ മഞ്ഞൾപ്പൊടിയിൽ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഒഴിക്കുക. ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒഴിക്കാറുണ്ട്, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേട്ടോ. അതേപോലെ തന്നെ ഇതിലേക്ക് നമ്മുടെ പുതിന, മല്ലി, പിന്നെ അതേപോലെ തന്നെ
നമ്മുടെ സബോള അവിടെ വഴറ്റി വെച്ചിട്ടില്ലേ, കുറച്ച് കാൽഭാഗം, ആ 5 സബോളയുടെ ആ കാൽഭാഗത്തിൽ ഒരു പകുതി ഇവിടെ ഇടുക. അണ്ടിപ്പരിപ്പും കുറച്ചിടുക, കുറച്ച് കശുവണ്ടി ഇവിടെ ഇടുക. ഒരുപാട് ഇടണ്ട, കാരണം കൂടുതൽ നമുക്ക് മുകളിലിടാം, അപ്പോൾ കാണാനൊക്കെ ഒരു ലുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ സെയിം പ്രോസസ്സ് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. മുകളിൽ വീണ്ടും ചോറിടുക. ചോറിട്ടിട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലി, പുതിന, അതേപോലെ മഞ്ഞളും പാലും കൂടി ഒഴിച്ചത്. ലാസ്റ്റ് കുറച്ച് നെയ്യ് ഒഴിക്കാം. നെയ്യ് നിങ്ങൾക്ക് ആ 2ാമത്തെ ലെയറിൽ വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം. ഞാൻ പക്ഷേ ഇവിടെ മുകളിൽ മാത്രമേ ഒഴിക്കണുള്ളൂ. ഒരുപാട് നെയ്യ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരുപാട് കഴിക്കാനായിട്ട് തോന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് കാര്യമൊക്കെ ശരിയാണ്, നെയ്യൊക്കെ നല്ല ഇഷ്ടമാണ്, പക്ഷേ ഒരു ലിമിറ്റ് വെക്കണം കേട്ടോ. കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സംഭവം ഉണ്ടാക്കി വരുമ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. കാരണം നമ്മൾ വിചാരിച്ചു ഇത്ര സമയം എടുക്കുമല്ലോ എന്നൊക്കെ, പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. നിങ്ങളിപ്പോൾ തലേദിവസം മാരിനേറ്റ് ചെയ്യുകയാണെന്നൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, അതിലേക്ക് മസാലയൊക്കെ നന്നായി പിടിച്ചിട്ട് മട്ടൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദമ്മിടാണ്. മറ്റേ മൈദ വെച്ചിട്ടാണ് ദമ്മിടാൻ പോണേ കേട്ടോ. പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് മൈദ ഏകദേശം ഒരു പശ പോലെ ഇത്രയും കട്ടിയിൽ വെച്ചിട്ട് ദമ്മിട്ടിട്ട് ആ ചെറിയ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് കിടക്കണം. 15 മിനിറ്റ് കിടന്നിട്ട് നിങ്ങൾ അപ്പം തന്നെ തുറക്കരുത്. ഒരു 5 മിനിറ്റും കൂടി, 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്യുക. എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. അതാ ഒരു ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. അപ്പം ഞാനിത് തുറന്ന് നോക്കട്ടെ ദമ്മിട്ടത്. അപ്പം ദമ്മ് മൈദയൊക്കെ പൊട്ടിച്ചതൊക്കെ പൊട്ടി പോകുന്നുണ്ട്. ലുക്ക് തന്നെ കിഡിലായിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കിതൊന്ന് ഇളക്കി നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള റൈസും മസാലയൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പം ഞാനിതൊന്ന് ഇളക്കി നോക്കട്ടെ. പെട്ടെന്ന് ഒരുപാട് എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഇളക്കരുത്, കാരണം ചോറ് കുഴഞ്ഞു പോവും. പതുക്കെ സൈഡിൽ നിന്ന് ഇങ്ങനെ കുറച്ച് എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഏറ്റവും താഴെ നമ്മുടെ റൈസും മസാലയൊക്കെ അതേ കാണണണ്ട, അതിൻ്റെ അടിയിലൊരു പീസും ഒക്കെ ഉണ്ട്. അടിപൊളിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കഴിച്ചപ്പോൾ ഒരുപാട് ഇഷ്ടമായി. അത് കാരണം കൊണ്ട് തന്നെ ആണ് ഷെയർ ചെയ്യണം കേട്ടോ. ഫ്ലോപ്പായി എന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാനൊരു പീസ് എടുത്ത് നോക്കട്ടെ. കിടിലായിട്ടുണ്ട്. അപ്പോൾ ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. എല്ലാവരും കുറച്ച് സമയം വേണമെന്നുള്ളൂ കേട്ടോ ഉണ്ടാക്കാനായിട്ട്. സാധാരണ ബിരിയാണിക്കാളും കുറച്ചും കൂടി സമയം നമ്മളിവിടെ കൂടുതൽ എടുക്കണ്ട. പക്ഷേ ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് എഫേർട്ടൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു രസം. അപ്പോൾ ഞങ്ങളിത് കഴിക്കാൻ പോവുകയാണ്. ചോറ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ എപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിലും കുഴപ്പമില്ല, എപ്പോഴാണെന്ന് വെച്ചാൽ ഉണ്ടാക്കിയാൽ മതി. ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഇഷ്ടമായി എന്ന് പറയും, ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടമായില്ല എന്ന് പറയാം കേട്ടോ. അതൊന്നും പ്രശ്നമല്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള റെസിപ്പീസുമായിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ ഇത്തവണത്തെ വീഡിയോയ്ക്ക് ബൈ പറഞ്ഞിട്ട് ഞാൻ പോവാണ്. മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുത്തിട്ട് ഷെയർ ചെയ്യാൻ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.